Okay, the second component of the derived lipids, that is nothing but the prostaglandins. അപ്പം പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരുന്ന ഒരു മോളിക്യൂളാണ് അല്ലേ. ലോക്കൽ ഹോർമോൺ എന്ന പേരിൽ എയ്ക്കോസെനോയിഡ്സ് പറഞ്ഞപ്പോൾ ഒക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട ഒരു സാധനമാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിച്ചേക്കാം, പക്ഷെ ഫംഗ്ഷൻ 2 മാർക്കിന് 5 മാർക്കിന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കുക. അപ്പം പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത് ശരിക്കും ഇത് ഫസ്റ്റ് ഐസോലേറ്റ് ചെയ്തേക്കുന്നത് ഹ്യൂമൻ സെമനിൽ നിന്നാണ്. അപ്പോൾ അവർ ചിന്തിച്ചത് ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ ആണ് എന്നാണ്. ആക്ച്വലി ഇത് സെമിനൽ വെസിക്കിളിൽ നിന്നായിരുന്നു വന്നത്, പക്ഷെ അന്ന് ഓൾഫോൾ യൂളർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ബിലീവ് ചെയ്തത് അത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്തു, പ്രോസ്റ്റാഗ്ലാൻഡ് എന്നുള്ള പേര് കൊടുത്തു. പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് എല്ലായിടത്തും പ്രൊഡ്യൂസ് ചെയ്യും, ഓരോ സെല്ലിലും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നീട് അത് ലോക്കൽ ഹോർമോൺസ് എന്ന് അറിയപ്പെട്ടു. അതിന് പല ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. സോ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ ഡിമാൻഡ് ഇൻ ന്യൂമറസ് പാർട്സ് ഓഫ് ദ ബോഡി ആസ് മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ. ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഉണ്ട് അതിന്, ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് മസിൽ കൺസ്ട്രിക്ഷൻ ആൻഡ് റിലാക്സേഷൻ. സ്മൂത്ത് മസിൽ കോൺട്രാക്ഷൻ റിലാക്സേഷനിൽ ഒരു പ്രോമിനൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. ഓക്സിറ്റോസിൻ്റെ കൂടെ തന്നെ പ്രോമിനൻ്റ് റോൾ വഹിക്കുന്ന ഒരാളാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത്. വാസോപ്രസിൻ്റെയും ഓക്സിറ്റോസിൻ്റെയും ആക്ടിവിറ്റിയിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. റിലാക്സേഷൻ ആസ് വെൽ ആസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. സോ ഇത് തെറാപ്യൂട്ടിക്സ് ആയിട്ട് എന്ന് വെച്ചാൽ മെഡിസിൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഫോർ ഇൻഡക്ഷൻ ഓഫ് ലേബർ ആൻഡ് ഓൾസോ അബോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു തെറാപ്യൂട്ടിക് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ദേ ആർ ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം അറാക്കിഡോണിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 കാർബൺ ഫാറ്റി ആസിഡ് ആണ്. ഓക്കെ, അറാക്കിഡോണിക് ആസിഡ്, പ്രോസ്റ്റനോയിക് ആസിഡ് എന്ന് പറയുന്നത് അറാക്കിഡോണിക് ആസിഡ് ആണ്. ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആറ്റം 8 to 12 എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്തിട്ട് ഒരു നോക്കിയാൽ നിങ്ങൾ 1 2 3 4 5 ഒരു പെൻറ്റാമറിക് റിംഗ് അവിടെ ഫോം ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് അറാക്കിഡോണിക് ആസിഡ് അല്ലെങ്കിൽ C24 എന്ന് പറയുന്നത് ആളിതാണ്. ഓക്കെ, ഇപ്പം ഇയാൾക്ക് എവിടെയും റിംഗ് ഇല്ല, പക്ഷെ എന്ത് ചെയ്യുന്നു, ഇത് കമ്പൈൻ ചെയ്തിട്ട് റിംഗ് ഫോർമേഷൻ നടക്കുന്നു. അപ്പം 8 തൊട്ട് 12 വരെയുള്ള കാർബൺസ് കമ്പൈൻ ചെയ്യുന്നു. നമ്മൾ RNA-യുടെ tRNA-യുടെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മളൊരു ഡബിൾ സ്ട്രക്ചർ കാണുന്നത് പോലെ ഒരു വിത്തിൻ ദ ഹൈഡ്രോ കാർബൺ ചെയിൻസ് തന്നെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് ഒരു പെൻറ്റാമറിക് റിംഗ് ഫോം ചെയ്യുന്നു. ആ പെൻറ്റാമറിക് റിംഗ് ആണ് ഈ കാണുന്ന ആള്. ഓക്കെ, സോ ഇത് 8ാമത്തെ കാർബണും ഇത് 12ാമത്തെ കാർബണുമാണ്. അങ്ങനെ 12ാമത്തെയും 8ാമത്തെയും കാർബണിന്റെ ഇടയിലുള്ള എല്ലാ കാർബണും കൂടെ ചേർന്നിട്ട് പെൻറ്റാമറിക് റിംഗ് ഉണ്ടാകുന്നു ഈ അറാക്കിഡോണിക് ആസിഡിൽ നിന്ന്. ഇതാണ് അതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ ഫൈൻഡ് കാർബോക്സിലേറ്റ് എൻഡ് ഹിയർ. അപ്പോൾ ഇവിടെ CH3 ഉണ്ട്, കാർബോക്സിലേറ്റ് എൻഡ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഒരു omega-6 ഫാറ്റി ആസിഡ് ആണ്. ഒമേഗ കാർബണിൽ നിന്നും 6th പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉള്ള ഫാറ്റി ആസിഡ് ആണ് ഈ പറയുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസൈസിന്റെ പ്രിക്യൂസറായിട്ട് ആക്ട് ചെയ്യുന്ന അറാക്കിഡോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡ്സിന്റെ കേസ് നമ്മൾ പഠിക്കുമ്പോൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാറ്റി ആസിഡ് ആണ് അറാക്കിഡോണിക് ആസിഡ്. മറക്കരുത്, പ്രോസ്റ്റാഗ്ലാൻഡിന്റെ പ്രിക്യൂസർ എന്നതിനപ്പുറത്തേക്കും ഇതിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നൗ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആർ അബ്രീവിയേറ്റഡ് ബൈ PG. ഇനി അതിനെ തന്നെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ABCDE അങ്ങനെ പറഞ്ഞിട്ട് I വരെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്പർ കാണാൻ വേണ്ടിയിട്ട് വരും 2. അത് ആക്ച്വലി അതിൻ്റെ ഡബിൾ ബോണ്ട് പൊസിഷൻ്റെ നമ്പർ ആണത്. അപ്പം അങ്ങനെ ഒരു പേര് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഒരു നെയിമിംഗ് എന്ന് പറയുന്നത്, അബ്രീവിയേഷൻ എന്ന് പറയുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിന്റെ കേസിൽ അതാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. Now prostaglandin E2, prostacyclin, okay, prostaglandin D2 and prostaglandin F2, they are the 4 main bioactive prostaglandins produced in vivo. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന 4 മേജർ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്നത് PGE2, PGI2, PGD2 ആൻഡ് PGF2 ആണ് എന്നുള്ളത് ഓർമ്മിക്കാം. Now they are universally generated. എവിടെയും നമ്മുടെ ബോഡിയിൽ എവിടെയും അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അത് ലോക്കൽ ഹോർമോൺസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓട്ടോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്, പാരാക്രൈൻ ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കാം.
ഓക്കെ, എങ്ങനെയാണ് ഇത് സിന്തസൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഇതിന് ഡീറ്റെയിൽഡ് കെമിക്കൽ സിന്തസിസിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഒരു ഔട്ട്ലൈൻ ഓഫ് സിന്തസിസ് മാത്രം മതി. മെമ്പറൈൻ ഫോസ്ഫോലിപ്പിഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫോസ്ഫോലിപ്പിഡിന്റെ ഫംഗ്ഷൻ പറയുമ്പോൾ അതിൽ അരാക്കിഡോണിക് ആസിഡ് പ്രോസ്റ്റാഗ്ലാൻഡിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന ആള് ഫോസ്ഫോലിപ്പിഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഓർമ്മ ഉണ്ടാവുക. അപ്പം മെമ്പറൈൻ ഫോസ്ഫോലിപ്പിഡിൽ നിന്ന് അരാക്കിഡോണിക് ആസിഡ് ഹൈഡ്രോലൈസ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അത് PgH2 സിന്തസൈസ് ചെയ്യുന്നു. പിന്നെ ടിഷ്യൂ സ്പെസിഫിക് ഡിഫറൻറ്റ് ഐസോമേഴ്സ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് ഐസോമറൈസേഷൻ ആണ് പിന്നീട് നടക്കുന്നത്. PgH2 വരെയുള്ള സിന്തസിസ് ആണ് കെമിക്കൽ സിന്തസിസ്. പിന്നീട് ഐസോമറൈസേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മോളിക്കുലാർ റീ അറേഞ്ച്മെന്റ്സ് മാത്രമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇതാണ് സിന്തസിസിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഔട്ട്ലൈൻ മാത്രം മതി, ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോകണ്ട. നൗ കമ്മിങ് ടു ദി ഫംഗ്ഷൻ. ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞു, 5 മാർക്കിന് ചോദ്യം വരും പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ അതിൽ ഒന്നാമത് ഈ കണ്ടന്റ് ഒന്ന് കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവുക. ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് ബ്ലഡ് പ്രഷർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബ്ലഡ് പ്രഷർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വാസോ ഡയലേറ്റർ ആണ്. വാസോ ഡയലേറ്റർ ആകുമ്പോൾ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും, സ്മൂത്ത് ആയിട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പോകുമ്പോൾ ഉണ്ടാക്കുന്ന പ്രഷർ, ഓക്കെ, എക്സേർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യും, ഇല്ലാതാവും, കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മോളിക്യൂളായിട്ട് ഇതിനെ ഉപയോഗിക്കാം. അതേപോലെ ഹൈപ്പർ ടെൻഷന്റെ സമയത്തൊക്കെ ഒരു തെറാപ്യൂട്ടിക് ആയിട്ട് നമ്മളത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊരു ബയോളജിക്കൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നൗ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ്, ഇമ്മ്യൂൺ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പം ഡ്യൂ ടു ആർട്ടിയോറൽ വാസോഡൈലേഷൻ ദ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് PGE1 ആൻഡ് PGE2 കോസ് ഇൻഫ്ലമേഷൻ. എന്തിനാ ഇൻഫ്ലമേഷൻ നടക്കുന്നത്? ദേ ആർ ആക്ച്വലി ഇൻവൈറ്റിംഗ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു ജസ്റ്റ് കം ആൻഡ് വിസിറ്റ് ടു ദ റീജിയൻ, അല്ലേ എന്ന് നമുക്ക് പറയാം. ഒരു പെർട്ടിക്കുലർ റീജിയനിലേക്ക് ഇമ്മ്യൂൺ ആക്ഷൻ ആവശ്യമാണെങ്കിൽ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടത്തേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും, ഒരു തടിപ്പ് എഡിമ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? പ്രോസ്റ്റാഗ്ലാൻഡിൻസിന് പറ്റും. ക്ലിയർ ആണല്ലോ. നൗ next one is the reproduction. Prostaglandins are commonly used as a field of reproduction. PGE2 PGF2 labor induce ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അബോർഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. മെഡിക്കൽ ടെർമിനേഷൻ ആണ്, അല്ലാതെ നോർമൽ അല്ല. ഇല്ലീഗൽ ആയിട്ടുള്ള അബോർഷനെ കുറിച്ചല്ല പറയുന്നത്, മെഡിക്കൽ ടെർമിനേഷൻ. ഓക്കെ, ലീഗൽ ആയിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ മച്യൂർഡ് ആയിട്ട് യൂട്രസ് കോൺട്രാക്ഷൻ റിലാക്സേഷൻ നടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താവും, എംബ്രിയോ എക്സ്പെൽഡ് ഔട്ട് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബോർഷൻ ഉണ്ടാവും. ഓക്കെ, നോർമലി ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന എപ്പോഴാണ്? ഒരു എംബ്രിയോ ഫുള്ളി മച്യൂർഡ് ആയി കഴിഞ്ഞാൽ യൂട്രസ് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ബേബി ബർത്ത് ഉണ്ടാവുന്നത് നിങ്ങൾക്കറിയാം. അപ്പം ആ ഒരു സമയത്ത് സ്മൂത്ത് മസിൽ കോൺട്രാക്ഷൻ റിലാക്സേഷന് ഓക്സിറ്റോസിൻ്റെ കൂടെ പ്രോസ്റ്റാഗ്ലാൻഡിനും വർക്ക് ചെയ്യും. അതിന് പുറമെ അബോർഷൻ്റെ സമയത്ത് അബോർഷൻ റിക്വയറിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷൻസിലും എന്തുപയോഗിക്കും? ഈ പറയുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉപയോഗിക്കാം. ഓക്കെ, നൗ റെഗുലേഷൻ ഓഫ് ഫീവർ ആൻഡ് പെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫംഗ്ഷൻ തന്നെ, ഒരു പ്രഷർ കുറക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, ആ ഒരു റോള് ഇവിടെ റെഗുലേഷൻ ഓഫ് ഫീവർ പെയിനിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ പൈറോജൻസ് ഓർ ഫീവർ ഇൻഡ്യൂസിങ് സബ്സ്റ്റൻസസ് ആർ തോട്ട് ടു ഇൻക്രീസ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ബയോസിന്തസിസ്. Okay, resulting in the creation of PGE2 in the hypothalamus, which regulates body temperature. So pain is caused by PGE2 as well as histamine and bradykinin. So migraines can potentially be caused by PGE2. അപ്പോൾ ആസ്പിരിൻ എന്താ ചെയ്യുന്ന, ഈ PGE2ന്റെ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. Now action on gastrointestinal tract. PGE1, PGE2, PGA1 എന്ന് പറയുന്നത് they are actually inhibiting the gastric secretions. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോസസ്സിനെ ആക്ച്വലി റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ സഹായം കൂടിയുണ്ട്. നൗ ഇൻഫ്ലമേഷന് പുറമേ ഉള്ള ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസും കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോസ്റ്റാഗ്ലാൻഡിന് സാധിക്കും. അതാണ് ആറാമത്തെ ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻസ് ഓഫ് B ആൻഡ് T ലിംഫോസൈറ്റ്സ് മേ ബി മൊഡ്യുലേറ്റഡ് ഓർ റെഡ്യൂസ്ഡ് ബൈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് released by the macrophages. Okay, so they may also inhibit the lymphocyte proliferation in response to stimulate. From our activity, immunological reaction in addition to the inflammatory reaction is there for the prostaglandin. Now coming to the respiratory action, PGF എന്ന് പറയുന്നത് ഈ ബ്രോങ്കിയൽ വോളിനെ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം പിടിച്ചു പോകും.
അതേസമയം ഓപ്പോസിറ്റ് ആക്ഷൻ ഉള്ള ആളാണ് PGE എന്ന് പറയുന്നത്. അപ്പം PGE വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബ്രോങ്കിയൽ ഡയലേഷൻ നടക്കും. അപ്പോൾ PGE ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആസ്മ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത് 8ാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീനൽ ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം റീനൽ ഫംഗ്ഷനിൽ ഒരു മെയിൻ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് റീനൽ പ്ലാസ്മ ഫ്ലോ, ഗ്ലാമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, അതുപോലെ തന്നെ യൂറിൻ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിൽ PGAയും അതുപോലെ തന്നെ PGEയും ഇൻട്രാവീനസ് ആയിട്ട് നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോസസ്സൊക്കെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ urine flow all increases significantly by the intravenous injection or infusion of the PGE and PGA. Actually എങ്ങനെയാണ് സൈക്ലിക് AMPനെ മോഡുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി അത് നടത്തുന്നത്. Now the next function is the effect on metabolism. മെറ്റബോളിസത്തിലെ റോളിലേക്ക് നോക്കുകയാണെങ്കിൽ PGE also have an insulin like effect on glucose metabolism. എന്ത് ചെയ്യും? ഗ്ലൈക്കോജനസിസിനെ ഇൻഡ്യൂസ് ചെയ്യും. എന്താ ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ പണി എന്താ? ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ പണി, അല്ലേ? എങ്ങനെയാണ് കുറക്കുന്ന? ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് നേരെ ടിഷ്യൂലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടാണ്. ടിഷ്യൂസിൽ എന്ത് സംഭവിക്കുന്നു? ഈ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? ഗ്ലൈക്കോജനാക്കി മാറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലൈക്കോജനസിസ് എന്ന് വിളിക്കുന്നത്. ഈ ഗ്ലൈക്കോജനസിസിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? ഈ പറയുന്ന PGEക്ക് പറ്റും. ഓക്കെ, സോ ദെയർ ആക്ഷൻ ഓൺ ബോൺ ഈസ് സിമിലർ ടു പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടിങ് ഇൻ കാൽസ്യം മൊബിലൈസേഷൻ ഫ്രം ദ ബോൺ ആൻഡ് ഹൈപ്പർ കാൽസ്യമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? തൈറോയിഡ് ഹോർമോൺസ്, പാരാതൈറോയിഡ് ഹോർമോൺസ്, കാൽസിറ്റോൺ എന്ന് പറയുന്ന ഹോർമോൺസ് സെക്രീറ്റ് ചെയ്തിട്ട് അതെന്ത് സംഭവിക്കില്ല? പാരാതൈറോയിഡ് ഹോർമോൺ, കാൽസിറ്റോണിന് മറ്റേ ആളാണ്, തൈറോയിഡ് ഹോർമോണാണ്. എന്ത് ചെയ്യും? സെല്ലിൽ നിന്ന് ബോണിൽ നിന്ന് കാൽസ്യത്തിനെ മൊബിലൈസ് ചെയ്യും. അങ്ങനെ ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ ലെവൽ കൂട്ടും. അതിനെയാണ് നമ്മൾ ഹൈപ്പർ കാൽസീമിയ എന്ന് പറയുന്നത്. ആ ഒരു ഹൈപ്പർ കാൽസീമിയ ഇൻഡക്ഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന PGE പാരാതൈറോയിഡ് ഹോർമോണിനെ പോലെ ഫങ്ഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. Okay, so they also have an effect on the thyroid gland that are similar to the thyrotropin. Thyrotropin എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. So it's having the same thing. So that's about the functions of the prostaglandin. ഇപ്പോൾ അജയ്കുമാർ സാറിൻ്റെ ബുക്കിലുള്ള ഒരു ഫ്ലോ ചാർട്ടാണിത്. ജസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് പിക്ടോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫങ്ഷൻസ് ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഈ പിക്ചറിലൂടെ വെച്ചേക്കുന്നത്. നന്നായിട്ട് നോക്കി വെക്കുക. സോ ദാറ്റ്സ് അബൌട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഡിറൈവ്ഡ് ലിപ്പിഡിൽ പഠിക്കാനുള്ളത് ഫാറ്റി ആസിഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്.